മലയാളം ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാനായി വെറും കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വെറും 5 ദിവസം ഇനി മലയാളം ബിഗ് ബോസ് സീസൺ ഗ്രാൻഡ് ലോഞ്ച് തുടങ്ങാനായിട്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് മലയാളം ബിഗ് ബോസ് സീസൺ 6ലേക്ക് എത്തുന്ന കോമണേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. ഒരു പ്രൊമോയിലൂടെ ആരാണ് കോമണേഴ്സായി വരുന്നത്, ആരാണ് എന്നതല്ല ആരൊക്കെയാണ് കോമണേഴ്സായി വരുന്നത് എന്നൊരു കാര്യം അവർ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് 2 സ്ത്രീകളാണ് എത്തുന്നത്. ഒന്ന് റസ്മിൻ ബായും ഒന്ന് നിഷാനയും. അങ്ങനെ 2 പേരാണ് പറഞ്ഞിരുന്നത്. 2 പേരുകളെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയല്ലേ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവരെ ഒരാഴ്ച മുമ്പ് തന്നെ കോമണേഴ്സായി ബിഗ് ബോസിലേക്ക് എത്തുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അത് തന്നെ ആയിരുന്നില്ലേ? ഇപ്പം നമുക്കറിയാം ബിഗ് ബോസിലേക്ക് എത്തുന്നത് എല്ലാവരും തന്നെ സെലിബ്രിറ്റികളാണ് എന്നുള്ള കാര്യം. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരോ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ ആയിരിക്കും ബിഗ് ബോസിലേക്ക് എത്തുന്നത്. ഇവർ 2 പേരും അത്ര ഫേമസ് അല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ആരാണ് ബിഗ് ബോസിലേക്ക് എത്തുന്ന കോമണേഴ്സ് എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരാഴ്ച കൊണ്ട് ബിഗ് ബോസ് കാണുന്ന ഒട്ടുമിക്ക പ്രേക്ഷകരും ഈ യൂട്യൂബും മറ്റ് വീഡിയോസൊക്കെ കാണുന്ന ഒട്ടുമിക്ക പ്രേക്ഷകരും അറിഞ്ഞു കാണും ആരാണ് കോമണേഴ്സായി എത്തുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കോമണേഴ്സായി വരുന്ന ആൾക്കാർ സാധാരണക്കാരെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യനെറ്റ് പ്രൊമോ വിടുന്നു, എല്ലാവരോടും അപേക്ഷിക്കാൻ പറയുന്നു, ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഏഷ്യനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം തിരഞ്ഞെടുത്തിരിക്കുന്ന കോമണറായി വരുന്ന 2 പേർ സാധാരണക്കാരാണോ അല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സാധാരണക്കാരായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഈ 2 വ്യക്തികളെ, ഈ പറയുന്ന നിഷാനയാണെങ്കിലും റസ്മിൻ ബായും, ഇവർ 2 പേരും സാധാരണക്കാരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമാണ് നമുക്കിപ്പോൾ കൂടുതൽ ഇവരെക്കുറിച്ച് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റസ്മിൻ ബായ് എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് സെലിബ്രിറ്റികളുമായിട്ടൊക്കെ പരിചയമുണ്ട്, ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നു, ഇതുപോലെ ഒരുപാട് പേരായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, ഒരു ഡാൻസറാണ്, ഒക്കെ കാണാനായിട്ട് സാധിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരി എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇതിൻ്റെ ഇടയിൽ മിഡിലിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയേണ്ടി വരും. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അതിൽ നിന്നൊന്നുമില്ല എന്ന് നമുക്ക് പറയാം. എന്നിരുന്നാൽ പോലും ഇവിടെ സാധാരണക്കാരി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇതിന് 2നും ഇടയിൽ നിൽക്കുന്ന മിഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെയായിരുന്നു നിഷാനയുടെ ഇൻസ്റ്റഗ്രാം പോയി സെർച്ച് ചെയ്ത സമയത്ത് നിഷാന ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു ഫ്രീക്കത്തി വീട്ടമ്മയാണെന്നാണ് നമുക്ക് പ്രൊമോയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യാത്രകൾ ചെയ്തതിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൾ അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയല്ല എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ഇൻസ്റ്റയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബിഗ് ബോസ് പ്രൊമോയിൽ പറഞ്ഞ പോലെ ഒരു കോമണറായി തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സാധാരണക്കാരിയായ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട, അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ വന്ന ഗോപിക എന്ന് പറയുന്നത് തികച്ചും സാധാരണക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു എന്ന്. പക്ഷേ ഈ 2 വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നേയില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ഏറ്റവും ചർച്ചാ വിഷയം. ഇവിടെ ഉഡായിപ്പ് തരം അല്ലെങ്കിൽ കള്ളത്തരം ഏഷ്യനെറ്റ് കാണിച്ചു, ആദ്യം തന്നെ പ്രേക്ഷകരെ വഞ്ചിച്ചു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ ഒരു വിഷയം ചർച്ചാ വിഷയമായിരിക്കുന്നത്. പക്ഷേ ഈ ചർച്ചാ വിഷയം ഇവർക്ക് 2 പേർക്കും പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ ഒരു ചർച്ചാ വിഷയം ഒരുപാട് പേരുടെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർ, അതുപോലെ യൂട്യൂബേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് സാധാരണക്കാരല്ല പ്രേക്ഷകരെ ബിഗ് ബോസ് ചതിച്ചു എന്നുള്ള തരത്തിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഇവർക്ക് 2 പേർക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ പോസിറ്റീവാണ്, സോഷ്യൽ മീഡിയയിൽ ഇവർ ഫേമസ് ആയി എന്നുള്ള കാര്യത്തിൽ അങ്ങനെയും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ബിഗ് ബോസിനുള്ളിലേക്ക് കടന്നു വന്നിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ
നെക്സ്റ്റ് വീക്ക് തന്നെ പുറത്തു പോവാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇത്രയും നെഗറ്റീവ് അടിച്ചിട്ട് പോയിട്ട് ഇത്രയും ഇതിൽ കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത്ര കോമണർ അല്ലാത്ത മിഡിലിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുള്ളൂ. രണ്ടിനും ഇടയിൽ നിൽക്കുന്ന മിഡിലിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളെ ബിഗ് ബോസ് സെലക്ട് ചെയ്തു. എന്നിട്ട് അവരവിടെ വന്നിട്ട് ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഞങ്ങൾ കോമണേഴ്സ് ആയതുകൊണ്ട് മറ്റുള്ള സെലിബ്രിറ്റികളുടെ ഇടയിൽ നിൽക്കാനായിട്ട് ഒരു ചമ്മലും അവരോട് സംസാരിക്കാനും ഇടപഴകാനൊക്കെ ഒരു മടിയും ഒക്കെ ഉണ്ടാവും സാധാരണക്കാരാണ് മത്സരിക്കാൻ വന്നതെങ്കിൽ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അതിൻ്റെ ആവശ്യകത അവിടെ വരുന്നില്ല എന്നതുള്ളത് കൊണ്ട് തന്നെ അവർ വന്ന വഴിക്ക് പെർഫോമൻസ് ചെയ്യാൻ ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെ പുറത്തു പോകേണ്ട രണ്ട് മത്സരാർത്ഥികളായി മാറും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവർ നന്നായി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ രണ്ട് വ്യക്തികൾ എന്തായാലും എന്ത് ചെയ്യുന്നു ബിഗ് ബോസിൽ പോയിട്ട് എന്നറിയാൻ പ്രേക്ഷകരെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് തന്നെയായിരുന്നു ബിഗ് ബോസിൻ്റെ തന്ത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് അതിന് വേണ്ടിയിട്ടുള്ള കളികൾ തന്നെയാണ് കളിച്ചത്. അല്ലാതെ ഒരു സീസണിലും ഒന്നിലും തന്നെ ഇങ്ങനെ കോമണറായി ആര് വരുന്നു എന്നുള്ളത് ഒരിക്കലും പ്രൊമോയിലൂടെ 1 വീക്ക് മുന്നേ കാണിച്ചിട്ടില്ല. ഇത്തവണ മലയാളത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു എയിം എന്തായാലും ഏഷ്യനെറ്റിനും ബിഗ് ബോസ് ടീമിനും ഇല്ലാതിരിക്കില്ലല്ലോ. ആ ഒരു എയിം തന്നെയല്ല അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ മുഴുവൻ ഇപ്പോൾ രണ്ടുപേരും ഫേമസ് ആയി കഴിഞ്ഞു. രണ്ടുപേരും ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്നുള്ള ഇത് തന്നെ ഇൻസ്റ്റയിൽ അവരെ കൊടുത്തു കഴിഞ്ഞു. അവർ ഇൻസ്റ്റയിൽ ഇവരുടെ ഫോട്ടോസും വീഡിയോസും യൂട്യൂബേഴ്സ് പറയുന്ന കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻസ്റ്റ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മത്സരാർത്ഥികളെക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തലുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെ വിലയിരുത്തലുകൾ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻ്റായിട്ട് പറയുക, എന്താണ് ഈ രണ്ട് മത്സരാർത്ഥികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന്.